കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. 2025-26 AFS തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ വീഡിയോയിൽ പെൻഡിങ് ടാസ്ക് വഴി രസീതുകളും ജേണലുകളും ചെയ്യുന്ന വിധമാണ് നമ്മൾ നോക്കിയത്. AFS തയ്യാറാക്കുന്ന സമയത്ത് AFSന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച അക്കൗണ്ടന്റുമാരെ ഏറ്റവും കുഴക്കിയ ഒരു പ്രശ്നം എങ്ങനെ വളരെ സിമ്പിളായി ശരിയാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നമുക്കിവിടെ ആദ്യം ഒരു പഞ്ചായത്തിന്റെ 31/3/2026 ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കാം. നോക്കൂ, ബാലൻസ് ഷീറ്റിൽ B4ൽ 320,90,01 കോൺട്രിബ്യൂഷൻ ടു ജോയിന്റ് വെഞ്ചർ പ്രോജക്ട് ഫ്രം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അത് -7,55,223 രൂപയും 320,90,02 കോൺട്രിബ്യൂഷൻ ടു ജോയിന്റ് വെഞ്ചർ പ്രോജക്ട് ഫ്രം ബ്ലോക്ക് പഞ്ചായത്ത് -27,11,1191 രൂപയും കാണാം. ഈ ഹെഡുകളിലൊന്നും മൈനസ് വരാൻ പാടില്ല. നമുക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഇത് മൈനസ് ആയിരിക്കും. ജോയിന്റ് വെഞ്ചർ ഹെഡിൽ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഇല്ലാത്ത പഞ്ചായത്ത് ആണ് എങ്കിൽ ഇവിടെ ആക്ച്വലി 0 ഈ ബാലൻസ് ഷീറ്റിൽ ഈ ഭാഗത്ത് വരേണ്ടത്. OB ഉണ്ടെങ്കിൽ ആ OB ആയിരിക്കും ഇവിടെ ബാലൻസ് ആയി കാണേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് മൈനസുകളാണ്. ഇത് നമുക്ക് 2025-26 ഇതേ പഞ്ചായത്തിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് നോക്കാം. നോക്കൂ, ഞാൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് എടുത്തു. അവിടെ I6ൽ 160,40,01 കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജോയിന്റ് വെഞ്ചർ പ്രോജക്ട് ഫ്രം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന ഹെഡിൽ 48,66,862 രൂപ കാണാം. ഇത് ജില്ലാ പഞ്ചായത്ത് അവരുടെ പ്ലാൻ ഫണ്ടിലെ തുക സംയുക്ത പ്രോജക്റ്റിനായിട്ട് നമുക്ക് തരുന്നതാണ്. പ്ലാൻ ഫണ്ടോ മെയിൻ്റനൻസ് ഫണ്ടോ ഏതായാലും 160,40,02 കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജോയിന്റ് വെഞ്ചർ പ്രോജക്ട് ഫ്രം ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ഹെഡിൽ 54,36,382 രൂപയും കാണാം. ഇത് ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ പ്ലാൻ ഫണ്ടിലെ തുക സംയുക്ത പ്രോജക്റ്റിനായി നമുക്ക് തരുന്നതാണ്. 160,40,03 കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജോയിന്റ് വെഞ്ചർ പ്രോജക്ട് ഫ്രം ഗ്രാമപഞ്ചായത്ത് എന്ന ഹെഡിൽ 49,50,984 രൂപയും കാണാം. ഇത് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അവരുടെ തനത് ഫണ്ടോ ധനകാര്യ കമ്മീഷൻ പോലുള്ള ഗ്രാൻഡുകളോ നമുക്ക് പദ്ധതി വെച്ച് ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റിനായി തരുന്നതാണ്. വ്യത്യാസം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അതായത് തൊട്ട് മുമ്പ് കണ്ട ബാലൻസ് ഷീറ്റിലെ ഫിഗറുകളുമായി ഒരു ബന്ധവുമില്ലാത്ത തുകകളായിരിക്കും ഇവിടെ കാണുന്നത്. കൂടാതെ കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജോയിന്റ് വെഞ്ചർ ഫ്രം ഗ്രാമപഞ്ചായത്ത് എന്നൊരു അധിക ഹെഡും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം ആക്ച്വലി നമുക്ക് വരേണ്ടത് സംയുക്ത പ്രോജക്റ്റുകളുടെ ചെലവ് തുകയാണ്. നമുക്കിതെങ്ങനെ ശരിയാക്കുമെന്ന് നോക്കാം. ആദ്യം സംയുക്ത പ്രോജക്റ്റുകൾക്ക് യഥാർത്ഥത്തിൽ എത്രയാണ് ചെലവെന്ന് സുലേഖ നോക്കി കണ്ടുപിടിക്കണം. അതിനായി സുലേഖയിൽ 2025-26 ലോഗിൻ ചെയ്തു പ്രൊജക്റ്റുകളുടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് തന്നെയല്ലേ എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചോളണം. റിപ്പോർട്ട്സിൽ നിന്നും എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇംപ്ലിമെന്റ് വൈസ് ആയാലും അല്ലാതെ എന്തായാലും പ്രശ്നമല്ല. ആ റിപ്പോർട്ടിൽ ബ്ലോക്ക് ജില്ലാ വിഹിതങ്ങളുടെ കോളം നോക്കുക. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും സംയുക്ത പ്രോജക്റ്റുകൾക്കായി ലഭിച്ചതിൽ 53,64,191 രൂപയും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചതിൽ 47,32,325 രൂപയും ചെലവായിട്ടുള്ളതായിട്ട് റിപ്പോർട്ടിൽ കാണാം. ഇതാണ് നമ്മുടെ സംയുക്ത പ്രോജക്റ്റുകളുടെ യഥാർത്ഥ ചെലവ്. ഇവയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ I6ൽ വരേണ്ടത്. ഈ കണക്കിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അതിനായി വീണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റിപ്പോർട്ടിലേക്ക് പോവുക. അവിടെ I6ലെ 160,40,01 കോൺട്രിബ്യൂഷൻ ടു ജോയിന്റ് വെഞ്ചർ ഫ്രം ജില്ലാ പഞ്ചായത്ത് എന്ന ഹെഡ് സെലക്ട് ചെയ്ത് നേരെ ലെഡ്ജറിലോട്ട് ചെല്ലുക. ലെഡ്ജറിൽ വന്നു അതിൻ്റെ ലെഡ്ജർ എടുക്കണം. അതിനെ എക്സലിലേക്ക് ഒന്ന് പോർട്ട് ചെയ്യുക. ആ എക്സൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഓരോന്നിൻ്റെയും ടോട്ടൽ ഒന്ന് ഒഴിവാക്കുകയാണ്. ഇനി ചുവടെ കാണുന്ന എൻട്രികൾ നോക്കി മനസ്സിലാക്കുക. നമ്മളും ജില്ലാ പഞ്ചായത്തുമായുള്ള സംയുക്ത പദ്ധതികൾക്കായി ജില്ലാ പഞ്ചായത്ത് നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം ചെലവഴിച്ച തുകയാണ് അവിടെ കാണുന്നത്. ഇവിടെ ഈ ലെഡ്ജറിൽ നിങ്ങൾക്ക് കാണാം ഓരോ എൻട്രികളും ഡബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വൗച്ചർ നമ്പർ 131ൽ 6 ലക്ഷം രൂപ ചെലവ് വന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ വൗച്ചർ നമ്പർ 132ലും 6 ലക്ഷം വന്നിട്ടുണ്ട്. ഇവ ഡബിൾ ആയിട്ട് വന്നതാണ്. അതായത് മറ്റൊരു ഹെഡിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അതിലൊന്നിനെ ഒന്ന് മാറ്റുക. വീണ്ടും താഴെ 100, 102 വൗച്ചറുകൾ 6 ലക്ഷവും 4 ലക്ഷവും ചെലവായിട്ടുണ്ട്. അതിന് താഴെ 101, 103 വൗച്ചറുകളിലും വീണ്ടും ഇതേ തുക ചെലവായതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവയും മറ്റൊരു ഹെഡിലേക്ക് പോകാൻ ഇവിടെ ഡബിളായി വന്നതാണ്. ആ ഡബിൾ തുകകൾ മാറ്റുക.
ഇങ്ങനെ ലെഡ്ജറിൽ വന്ന എല്ലാ ഇരട്ടിപ്പ് തുകയും നീക്കം ചെയ്യണം. ഈ ഹെഡിൽ 24,33,341 രൂപ അധികമായി വരവ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റണം. അതായത് ഈ ഹെഡിൽ നിന്നും അത്രയും തുക കുറയ്ക്കണം. അതിനായിട്ട് ഈ 160,40,01 എന്ന ഹെഡിന് ഡെബിറ്റും ബാലൻസ് ഷീറ്റിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ജോയിന്റ് വെഞ്ചർ ഹെഡായ 320,90,01 ക്രെഡിറ്റും ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ജേണൽ കൊടുക്കണം. അതെങ്ങനെ ചെയ്യുമെന്ന് കാണിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ വൗച്ചറുകളും ഇരട്ടിപ്പ് വരണമെന്നില്ല. ഏതൊക്കെയാണ് ഇരട്ടിപ്പ് വന്നതെന്ന് ഈ പറഞ്ഞതുപോലെ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് ജേണൽ ചെയ്യാം. അക്കൗണ്ട് ലോഗിനിലെ റെസിപ്റ്റ് കാർഡിൽ നിന്നും പെൻഡിങ് ടാസ്ക് ജേണൽ സെലക്ട് ചെയ്തു. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ജേണൽ ടൈപ്പ് അഡ്ജസ്റ്റ്മെന്റ്, ഡെബിറ്റ് 160,40,01 കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജോയിന്റ് വെഞ്ചർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഈ പറഞ്ഞ 24,33,341 രൂപ കൊടുത്തു. ക്രെഡിറ്റ് ചെയ്യേണ്ടത് 320,90,01 കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജോയിന്റ് വെഞ്ചർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. അതിന്റെ തുക 24,33,343 കൊടുത്തു. റിമാർക്ക് കൊടുത്തു. സേവ് ചെയ്തു. ഇനി ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കിയേ. അവിടെ OB ആയി ബാലൻസ് നിൽക്കേണ്ട തുക മാത്രം. അതായത് ഇവിടെ പറയാൻ വിട്ടുപോയ കേസാണ്. ഇവിടെ ആ B4 കിടക്കുന്ന ഹെഡിന് ഒരു ബാലൻസ് ആയിട്ട് പണ്ട് തൊട്ടേ ഉള്ള ജില്ലാ പഞ്ചായത്തിന്റെ ബാലൻസ് ആയിട്ട് 16,78,118 രൂപ ഉണ്ടായിരുന്നു. അത് മാത്രമാണ് ഇനി കണ്ടോ ആ ഹെഡിൽ ബാലൻസ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ കണക്ക് ബാലൻസ് ഷീറ്റ് ശരിയായി എന്നർത്ഥം. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് 0 ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ജോയിന്റ് വെഞ്ചറിന് OB ഇല്ല എങ്കിൽ ഈ ഭാഗത്ത് 0 വരും. ഇപ്പോൾ 0 വന്നാലും കറക്റ്റ് ആണ്. ഓക്കെ, OB ഉള്ളവർക്ക് മാത്രം ആ OBയുടെ ബാലൻസ് നിൽക്കണം. നമ്മൾ വീണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വന്നു. അടുത്ത ഹെഡ് 160,40,02 കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജോയിന്റ് വെഞ്ചർ ബ്ലോക്ക് പഞ്ചായത്ത് സെലക്ട് ചെയ്തു. അതിന്റെ ലെഡ്ജർ നോക്കി എക്സലിലേക്ക് മാറ്റി. ഇവിടെയും നമ്മൾ ആദ്യം കണ്ട പോലെ ഓരോ എൻട്രിയും ഡബിൾ ആയിട്ട് വന്നിട്ടുള്ളതായിട്ട് കാണാം. അതിലെ ഡബിൾ എൻട്രികളെല്ലാം മാറ്റി ഇവിടെ 27,18,190 രൂപ ഈ ഹെഡിൽ അധികമായിട്ട് വന്നിട്ടുണ്ട്. അതിനെയും നമുക്ക് മാറ്റാം. അതിനായിട്ട് ഈ അധികമായി വന്ന തുകയ്ക്ക് 160,40,02 എന്ന ഹെഡിനെ ഡെബിറ്റ് ചെയ്തും 320,90,02 എന്ന ഹെഡിനെ ക്രെഡിറ്റ് ചെയ്തും ഒരു അഡ്ജസ്റ്റ്മെന്റ് ജേണൽ കൊടുക്കണം. ഇനി ആ ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കിയേ. അവിടെ 320,90,02 കോൺട്രിബ്യൂഷൻ ടു ജോയിന്റ് വെഞ്ചർ ബ്ലോക്ക് പഞ്ചായത്ത് എന്നത് 0 ആയതായിട്ട് കാണാം. അതായത് ഈ ഹെഡിൽ OB ഒന്നും ഇല്ലായിരുന്നു. വന്ന പൈസ അതേപോലെ ചെലവായി പോയി. 0 ആയിട്ട് നിൽപ്പുണ്ട്. കണക്ക് ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ഓക്കെ ആയി. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൂടി ശരിയാവണം. വീണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് പോകാം. അവിടെ I6ൽ 160,40,03 കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജോയിന്റ് വെഞ്ചർ ഗ്രാമപഞ്ചായത്ത് എന്ന ഹെഡിൽ 45,90,984 രൂപ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അവരുടെ തനത് ഫണ്ടോ ധനകാര്യ കമ്മീഷൻ പോലുള്ള ഗ്രാന്റുകളോ നമുക്ക് പദ്ധതി വെച്ച് തരുന്നതാണ്. ഈ ഹെഡിന്റെയും ലെഡ്ജർ എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സലിലേക്ക് മാറ്റുക. അവയുടെ ടോട്ടൽ ഒഴിവാക്കി. ഞാൻ ചെയ്യാനുള്ള എളുപ്പത്തിന് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം മുൻപ് കണ്ടതുപോലെയുള്ള ഇരട്ടിപ്പുകളൊന്നും ഈ ലെഡ്ജറിലില്ല. നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക. 160,40,03 കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജോയിന്റ് വെഞ്ചർ ഗ്രാമപഞ്ചായത്ത് എന്ന ഹെഡിൽ വരുന്നത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അവരുടെ തനത് ഫണ്ടോ ഗ്രാന്റുകളോ വകയിരുത്തി നമുക്ക് തരുന്ന തുകകളാണ്. അതായത് ഈ ലെഡ്ജറിൽ ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതവും ഉണ്ടായിരിക്കും, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതവും ഉണ്ടായിരിക്കും. അത് നമുക്ക് കണ്ടുപിടിക്കണം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തിരിച്ചറിയാനാ നമുക്ക് പ്ലാൻ ക്ലർക്കുമായിട്ട് ഒന്ന് ആലോചിക്കണം. പ്ലാൻ ക്ലർക്കിന് ഏതൊക്കെ പദ്ധതിയാണെന്ന് അറിയാമായിരിക്കും. നമുക്ക് ഈ തുക ഒന്ന് സുലേഖയിൽ വെച്ച് സുലേഖ റിപ്പോർട്ട് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലെഡ്ജറിൽ ആദ്യ തുക 15 ലക്ഷമാണ്. സുലേഖ റിപ്പോർട്ട് ഓപ്പൺ ചെയ്തു. സംയുക്ത പ്രോജക്റ്റുകളിൽ എവിടെയെങ്കിലും 15 ലക്ഷം രൂപ ചെലവ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. നോക്കൂ, ഇവിടെ ബ്ലോക്ക് വീതമായി ഒരു 15 ലക്ഷം രൂപ സംയുക്ത പ്രോജക്റ്റായ MCF നിർമ്മാണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലോക്ക് വീതമാണെന്ന് മനസ്സിലായി. അവിടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടത്തിന് അവിടെ ചെയ്യാൻ ഭാഗം. ഓക്കെ, വീണ്ടും ലെഡ്ജർ നോക്കുക. ഒരു 8,04,984 രൂപ ചെലവായിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ നേരെ സുലേഖ റിപ്പോർട്ടിലേക്ക് പോയി ഈ തുക വെച്ച് നോക്കൂ അവിടെ കാണാം ഇതേ പ്രോജക്റ്റിന് നേരെ തന്നെ ജില്ലാ പഞ്ചായത്ത് വിഹിതമായി ലഭിച്ച തുകയാണ് ഇത്. അതിൽ നേർക്ക് ആ വിവരം രേഖപ്പെടുത്തി. ഇപ്രകാരം ആ ലെഡ്ജറിലെ എല്ലാ തുകകളും എവിടെ നിന്ന് ലഭിച്ചതാണെന്ന് കണ്ടെത്തി വെക്കണം. ഇപ്പോൾ നോക്കൂ, ബ്ലോക്ക് വിഹിതമായിട്ട് ഇതിൽ 26,46,000 രൂപയും ജില്ലാ വിഹിതമായിട്ട് 23,04,984 രൂപയും ഈ ഹെഡിൽ വന്നതായിട്ട് കാണാം. ഈ ഹെഡിലല്ല വരേണ്ടത്. എവിടെ നിന്നാണോ തുക കിട്ടിയത് അവരുടെ വരവായിട്ട് തന്നെ വരണം. അതായത് ഇവിടെ കിടക്കുന്ന 26,46,000 രൂപ ബ്ലോക്ക് വിഹിതത്തിന്റെ ഹെഡിലേക്ക് പോകണം. 23,04,984 രൂപ ജില്ലാ പഞ്ചായത്തിന്റെ ഹെഡിലേക്ക് മാറണം. അതും എങ്ങനെ മാറ്റുമെന്ന് നോക്കാം. അക്കൗണ്ടിംഗ് ലോഗിനിൽ 2 അഡ്ജസ്റ്റ്മെന്റ് ജേണൽ ചെയ്താൽ മതി. എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. പെൻഡിങ് ടാസ്ക് ജേണൽ എടുത്തു. ആദ്യം നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഷെയർ മാറ്റാം.
ജേണൽ ടൈപ്പ് അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. ഡെബിറ്റ് ചെയ്യേണ്ടത്, അതായത് നമുക്ക് കുറയേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ ഷെയർ, അതാണ് ഇപ്പോൾ കൂടി നിൽക്കുന്നത്, അതായത് 160-40-03 കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജോയിന്റ് വെഞ്ചർ പ്രോജക്ട് ഫ്രം ഗ്രാമപഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിലേക്ക് മാറ്റേണ്ട തുകയായ 23,04,984 നൽകി ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏത് ഹെഡിലേക്കാണ് ഈ തുക പോകേണ്ടത്? ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ജോയിന്റ് വെഞ്ചർ ഹെഡിലേക്ക്, അതായത് 160-40-01 അതിലേക്കാണ് തുക പോകേണ്ടത്. അവിടെ കൊടുത്തോ, റിമാർക്സ് നൽകി സേവ് ചെയ്തു. ഇനി ഇതേപോലെ ബ്ലോക്കിലേക്ക് മാറ്റേണ്ട തുകയും ചെയ്യുക. ഡെബിറ്റ് ചെയ്യേണ്ടത്, അതായത് നമുക്ക് കുറയേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ ഷെയർ ഹെഡ് 160-40-03 കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജോയിന്റ് വെഞ്ചർ പ്രോജക്ട് ഫ്രം ഗ്രാമപഞ്ചായത്ത്. ബ്ലോക്കിലേക്ക് മാറ്റേണ്ട തുകയും കൊടുത്തു. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏത് ഹെഡിലേക്കാണ് ഈ തുക പോകേണ്ടത്? ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജോയിന്റ് വെഞ്ചർ ഹെഡാണ്, അത് 160-40-02 തുക കൊടുത്തു, റിമാർക്ക് കൊടുത്തു, സേവ് ചെയ്തു. ഈ ജേണലുകൾ ചെയ്തു കഴിഞ്ഞാൽ നേരെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ I6 പരിശോധിക്കാം. അവിടെ ജില്ലാ പഞ്ചായത്ത് വിഹിതമായും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായും വന്നിട്ടുള്ളത് സുലേഖയിലെ അതേ എക്സ്പെൻഡിച്ചർ തന്നെ ആയിരിക്കും. കൂടാതെ ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം എന്ന ഭാഗം 0 കാണാം. ഇവിടെ നമ്മുടെ ജോലി കഴിഞ്ഞിട്ടില്ല. ജില്ലാ ബ്ലോക്ക് വിഹിതമായി ലഭിച്ച തുകകൾ അസറ്റ് ക്രിയേഷൻ ഉള്ളവ ഉണ്ടായിരിക്കും. അതായത് ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റ് വഴി നമുക്ക് ചിലപ്പോൾ അസറ്റ് ക്രിയേഷൻ നടന്നിരിക്കും. അവ കണ്ടുപിടിച്ച് അത്രയും തുക ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഹെഡിലേക്ക് മാറ്റണം. അപ്പോൾ ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റുകളിൽ അസറ്റ് ക്രിയേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനായി അക്കൗണ്ടന്റ് നേരെ തൻ്റെ ലോഗിനിലെ ബജറ്റ് സർവീസ് എടുത്തു. അവിടെ ബജറ്റ് സെർച്ച് എന്ന കാർഡ് സെലക്ട് ചെയ്തു. ഫിനാൻഷ്യൽ ഇയർ 25-26 കാറ്റഗറി റിവൈസ്ഡ് ബജറ്റ് ടൈപ്പ് ഔട്ട്ഫ്ലോ സെലക്ട് ചെയ്തു. അവിടെ സെർച്ച് എന്ന ഭാഗത്തെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ലഭിക്കുന്ന ഓപ്ഷനുകൾ ഫണ്ട് എന്നത് സെലക്ട് ചെയ്യുക. ഫണ്ട് എന്ന ബോക്സിൽ റെസിറ്റ്സ് ഫ്രം അതർ LSG ബ്ലോക്ക് കൊടുക്കുക. സെർച്ച് കൊടുത്തു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിനെ എക്സലിലേക്ക് മാറ്റി എക്സൽ ഓപ്പൺ ചെയ്യുക. അവിടെ കാണാം ഹെഡ് കോഡ് എന്ന ഭാഗത്ത് 2 തുടങ്ങുന്ന ഹെഡുകളാണ്. അതായത് റവന്യൂ ചെലവുകൾ മാത്രമേ വന്നിട്ടുള്ളൂ, 4 തുടങ്ങുന്ന ഒന്നും വന്നിട്ടില്ല. അതായത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് അസറ്റ് ക്രിയേഷൻ ഒന്നും നടന്നിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ബ്ലോക്ക് ഫണ്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിലേക്ക് ഒന്നും മാറ്റണ്ട, ഇപ്പോൾ കിടക്കുന്ന കണക്ക് തന്നെയാണ് ശരി. നമ്മൾ വീണ്ടും ബജറ്റ് സെർച്ച് എടുത്തു, ഫണ്ട് ജില്ലാ പഞ്ചായത്ത് കൊടുത്തു, സെർച്ച് ചെയ്തു. റിപ്പോർട്ടിനെ എക്സലിലേക്ക് മാറ്റി ഓപ്പൺ ചെയ്തു. അവിടെ ആ ഒടുവിലെ റോ നോക്കിയേ, അവിടെ കാണാം ജോയിന്റ് വെഞ്ചർ പ്രൊജക്റ്റായി വാഹനം വാങ്ങുന്നതിനായിട്ട് 410-50-01 എന്ന ഹെഡിൽ ബജറ്റ് തുകയുണ്ടായിരുന്നു. ഈ തുക ചെലവായതായിട്ടും സുലേഖ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഈ 10 ലക്ഷം രൂപ ഇപ്പോൾ കിടക്കുന്ന I6 ജില്ലാ പഞ്ചായത്തിൻ്റെ 160-40-01 എന്ന ഹെഡിൽ നിന്നും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന ഹെഡിലേക്ക് മാറ്റണം. അതിനായിട്ട് പെൻഡിങ് ടാസ്ക് ജേണലിൽ അഡ്ജസ്റ്റ്മെന്റ് ജേണൽ എടുത്ത് 160-40-01 എന്ന ഹെഡിനെ ഡെബിറ്റും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്റെ 312-10-01 എന്ന ഹെഡിനെ ക്രെഡിറ്റും ചെയ്ത് ഒരു ജേണൽ ചെയ്താൽ മതി. നമ്മൾ ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റിന്റെ ബാലൻസ് ഷീറ്റ് ശരിയാക്കുന്നതാണ് ഈ വീഡിയോയുടെ ആദ്യം കണ്ടത്. ചിലർക്കെങ്കിലും ജോയിന്റ് വെഞ്ചർ ഹെഡിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും. ഈ തുക ഭാഗികമായോ പൂർണ്ണമായോ അവരുടെ ട്രഷറി ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ ആയിരിക്കും ഉണ്ടായിരുന്നത്. നിലവിൽ ട്രഷറി ജോയിന്റ് വെഞ്ചറിൽ നിന്നും റിഡംഷൻ കൊണ്ടുപോയിട്ടുണ്ട്, തിരികെ കിട്ടാൻ സാധ്യതയുമില്ല. അങ്ങനെ വരുമ്പോൾ ജോയിന്റ് വെഞ്ചറിൽ കിടക്കുന്ന തുക കുറയ്ക്കണം. കരിന്യ ജോയിന്റ് അക്കൗണ്ടിൽ പൈസ ഇല്ലല്ലോ, ആക്ച്വൽ അക്കൗണ്ടിൽ പൈസ ഇല്ല. ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. ഇവിടെ ഈ കാണിക്കുന്ന ബാലൻസ് ഷീറ്റിൽ 320-90-01 കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജോയിന്റ് വെഞ്ചർ ഫ്രം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന ഹെഡിൽ 16,78,118 രൂപയുണ്ട്. ഇതിൽ 8,25,000 രൂപ ട്രഷറി അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുകയാണ്. ഈ തുക റിഡംഷൻ കൊണ്ടുപോയതാണ്. പ്രസ്തുത തുക നമുക്ക് ഈ ഹെഡിൽ നിന്ന് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ പലർക്കും സംശയം വരും, പിന്നെ ധാരാളം തുക OB ആയിട്ട് നമ്മുടെ ജോയിന്റ് വെഞ്ചറിൽ കിടക്കുന്നുവെങ്കിൽ എങ്ങനെ റിഡംഷൻ തുക മാത്രം കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അതിനായിട്ട് ഞാൻ മറ്റൊരു പഞ്ചായത്തിൻ്റെ അക്കൗണ്ട് കാണിക്കാം. 2024-25 അവരുടെ ബാലൻസ് ഷീറ്റിലെ റിഡംഷൻ ഹെഡിലെ ബാലൻസ് നോക്കുക. ഇവിടെ 43,50,985 രൂപയുണ്ട്. അതായത് ആ വർഷം അവസാനം ഇത്രയും തുക റിഡംഷനായി കൊണ്ടുപോയി ഇനി 25-26 തിരികെ ലഭിക്കാനുണ്ട്. അപ്പോൾ ഇനി 25-26 എത്ര തിരികെ ലഭിച്ചു എന്നൂടെ നോക്കാം. അതിനായിട്ട് അത് കേസ്മാർട്ടിലാണ്. കേസ്മാർട്ടിൽ റെസിറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റിഡംഷൻ ഹെഡിൽ നോക്കുക എത്ര തുക വരവ് വന്നിട്ടുണ്ട് എന്ന്. ഇവിടെ 32,02,645 രൂപ മാത്രമേ വരവ് വന്നിട്ടുള്ളൂ. അതായത് ബാക്കി കിട്ടാനുള്ളത് 11,48,340 രൂപയാണ്. ഇതാണ് ജോയിന്റ് വെഞ്ചറിന്റെ പൈസ കൊണ്ടുപോയത്. അങ്ങനെ കണ്ടുപിടിക്കുന്ന തുകയാണ് ജോയിന്റ് വെഞ്ചറിൽ നിന്ന്
മാറ്റി ജേണൽ ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റ് നമ്മുടെ ബ്ലോക്ക് ജില്ലാ വീതങ്ങളൊക്കെ എത്രയാണ് എന്ന് ബാലൻസ് എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് ACR ഒക്കെ എഴുതി നോക്കുന്നവർക്ക് ഇത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും കേട്ടോ. നമുക്ക് ജേണൽ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ജോയിന്റ് വെഞ്ചറിൽ കിടക്കുന്ന പൈസ നമ്മൾ ജേണൽ ചെയ്ത് മാറ്റുകയാണ്. പെൻ ടാസ്കിൽ ജേണൽ എടുത്തോ. ഈ മാറ്റേണ്ട തുക 320-90-01 കോൺട്രിബ്യൂഷൻ ടു ജോയിന്റ് വെഞ്ചർ പ്രോജക്ട് ഫണ്ട് ഡിസ്ട്രിക്ട് പഞ്ചായത്തിന് ഡെബിറ്റ് ചെയ്തോ. 431-50-02 റിസീവബിൾസ് ഫ്രം ഗവൺമെന്റ് റിഡംഷൻ എമൗണ്ട് എന്ന ഹെഡിനെ ക്രെഡിറ്റും ചെയ്ത ഒരു ജേണൽ കൊടുത്താൽ മതി. നിങ്ങൾ ബാലൻസ് ഷീറ്റ് നോക്കിയേ 320-90-01 എന്ന ഹെഡിൽ നിന്നും ഈ തുക കുറഞ്ഞതായിട്ടും റിഡംഷൻ ഹെഡിൽ തുക ആഡ് ചെയ്ത് വന്നതായിട്ടും കാണാം. AFSുമായി ബന്ധപ്പെട്ട് കുറച്ച് കോംപ്ലിക്കേറ്റ് ആയ ഭാഗമാണ് നമ്മൾ ഇവിടെ നോക്കിയത്. പരമാവധി നിങ്ങൾ വീഡിയോ കൊണ്ടൊന്ന് ഒറ്റയ്ക്ക് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് ചാനൽ തന്നെ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.